ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായിട്ടുള്ള കൈനഗിരി വള്ളംകളിയിൽ ഇപ്പോൾ വിയപുരം ജേതാക്കളായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഏതായാലും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ആവേശകരമായ തുടക്കം. വിയപുരം ജേതാക്കളായിരിക്കുന്നു. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാജി, വിയപുരം വീണ്ടും ഒരു കപ്പടിക്കുന്നതിന്റെ ആവേശത്തിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ആവേശകരമായ തുടക്കം. കൈനഗരിയിൽ വിയപുരത്തിന്റെ പടയോട്ടം. വള്ളങ്ങളും അതിന്റെ ക്യാപ്റ്റന്മാരും ഇവിടെ എത്തണം. ഇന്നത്തെ ഫലം ഔദ്യോഗികമായി തയ്യാറാക്കപ്പെട്ട ഫലം ടൂറിസം വകുപ്പിന്റെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ വിയപുരം ചുണ്ടൻ ജേതാക്കളായിരിക്കുന്നു. ആദ്യ മത്സരമായ കൈനഗിരി വള്ളംകളിയിലാണ് ഇപ്പോൾ വിയപുരം ചുണ്ടൻ ജേതാക്കളായിരിക്കുന്നത്. ആവേശകരമായ മത്സരത്തിനൊടുവിലാണ് ഇപ്പോൾ വിയപുരം ജേതാക്കളായിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. പമ്പയാറ്റിൽ നടന്ന ആവേശകരമായ മത്സരം, നെഹ്റു ട്രോഫിയിലെ ആ ജയത്തിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ വിയപുരം. ഇപ്പോൾ ഇതാ ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ സീസണിലെ ആദ്യ മത്സരമായ കൈനഗിരി വള്ളംകളിയിൽ ജേതാക്കളായിരിക്കുന്നത്. വിയപുരം ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ ആദ്യ മത്സരത്തിൽ കപ്പടിച്ചിരിക്കുന്നു എന്ന ആവേശകരമായ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് ഇപ്പോൾ പമ്പയാറ്റിൽ നിന്ന്, കൈനഗരിയിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഏറ്റവും ആവേശകരമായ മത്സരത്തിനൊടുവിലാണ് ഇപ്പോൾ വിയപുരം ജേതാക്കളായിരിക്കുന്നത്. നെഹ്റു ട്രോഫി ചാമ്പ്യന്മാരായ വിയപുരത്തിന് ഇതാ മറ്റൊരു പൊൻതൂവൽ കൂടി. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ വള്ളംകളി കൈനഗരിയിൽ മേൽപ്പാടം ചുണ്ടനാണ് ഇപ്പോൾ രണ്ടാമതെത്തിയിരിക്കുന്നത്. ഏറ്റവും ആവേശകരമായ ഒരു മത്സരമായിരുന്നു നമുക്ക് കൈനഗരിയിൽ കാണാൻ കഴിഞ്ഞത്. ഏതായാലും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ആവേശകരമായ തുടക്കം. 13 മത്സരങ്ങളാണ് ബോട്ട് ലീഗിൽ ഉള്ളത്. അതിനുശേഷം ഫൈനൽ പോരാട്ടം നടക്കും. ഏതായാലും ആദ്യ മത്സരത്തിൽ വിയപുരം കപ്പടിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേൽപ്പാടം ചുണ്ടൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ ആവേശകരമായ തുടക്കം. ഏതായാലും നെഹ്റു ട്രോഫി ജേതാക്കളായതിനു തൊട്ടുപുറകെയാണ് ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിലും ഇപ്പോൾ വിയപുരം ചുണ്ടൻ ജേതാക്കളായിരിക്കുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ സീസണിലെ ആദ്യ മത്സരത്തിൽ വിയപുരം ചുണ്ടൻ ജേതാക്കളായിരിക്കുന്നു. അതാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ ആവേശമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും മനോഹരമായൊരു വള്ളംകളിയുടെ ഒരു ദിവസം കൂടിയാണ് കടന്നുപോയത്. ഷാജഹാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാജി, ഇതാ നെഹ്റു ട്രോഫിക്ക് പിന്നാലെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ സീസണിലെ ആദ്യ മത്സരത്തിലും ജയം കുറിച്ചിരിക്കുകയാണ് വിയപുരം ചുണ്ടൻ. മനു, തീർച്ചയായിട്ടും മനുവിന്റെ ആവേശം എനിക്ക് മനസ്സിലാകും. കാര്യം 2 തവണ നെഹ്റു ട്രോഫിയിൽ വന്ന് ഫൈനൽ മത്സരത്തിലും അതോടൊപ്പം തന്നെ ഹീറ്റ് മത്സരങ്ങളിലും ഒക്കെ തന്നെ നേരിട്ട് കാണാനും ആ മത്സരങ്ങളുടെ ആവേശം ഉൾക്കൊള്ളാനും കഴിഞ്ഞുകൊണ്ട് തന്നെ മനുവിന് ആ പൂർണ്ണ ആവേശത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് പുന്നമടയിൽ നിന്നും വീണ്ടും കൈനഗരിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുന്നമടയിൽ വിയപുരം ചുണ്ടനാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ പരാജയപ്പെടുത്തിയെങ്കിൽ 4 തൊഴപ്പാടുകൾക്കാണ് പരാജയപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ വീണ്ടും കൈനഗരിയിലും, അതായത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ആദ്യ മത്സരത്തിലും വരവറിയിച്ചുകൊണ്ട് വിയപുരം ചുണ്ടൻ, വില്ലേജ് ബോട്ട് ക്ലബ് തുടരുന്ന വിയപുരം ചുണ്ടൻ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. വളരെ മനോഹരമായ വാശിയേറിയ മത്സരം. 9 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മത്സരിച്ചെത്തിയ 9 ചുണ്ടൻ ട്രോഫിയിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ആദ്യ മത്സരമാണ് അല്പസമയം മുൻപ് കൈനഗരി നടന്നത്. വില്ലേജ് ബോട്ട് ക്ലബിന്റെ തട്ടകമായിട്ടുള്ള കൈനഗരിയിലാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വില്ലേജ് ബോട്ട് ക്ലബ്ബ് വിയപുരം ചുണ്ടൻ വിജയികളായിരിക്കുന്നത്. മേൽപ്പാടം ചുണ്ടനെ പരാജയപ്പെടുത്തിക്കൊണ്ടും നമുക്ക് കാണാൻ സാധിച്ചത് ഏതാണ്ട് മധ്യഭാഗം വരെ മത്സരത്തിന്റെ പുറകിലായിരുന്നു വിയപുരം ചുണ്ടൻ. പക്ഷേ അവസാന ലാപ്പിൽ അവർ മനോഹരമായിട്ട് തങ്ങളുടെ വിജയം ഉറപ്പിച്ചുകൊണ്ട്, തങ്ങളാണ് വിജയികളെന്ന് അറിയിച്ചുകൊണ്ട്, തങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് തങ്ങളുടെ തട്ടകത്തിൽ പള്ളാത്തുരുത്തിയെ വിജയിക്കാൻ സമ്മതിക്കില്ല എന്നറിയിച്ചുകൊണ്ട് വിയപുരം ചുണ്ടൻ വീണ്ടും നെഹ്റു ട്രോഫിക്ക് ശേഷം കപ്പടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 13 മത്സരങ്ങളുണ്ട്. ഈ 13 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ആര് വിജയിക്കുന്നു അവർക്കായിരിക്കും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ മത്സരത്തിൽ വിജയികളായി പ്രഖ്യാപിക്കുകയും ആകെ 14 മത്സരങ്ങളാണോ? അത്രയേറെ 14 മത്സരങ്ങളാണുള്ളത്. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ചാമ്പ്യൻസ് ബോട്ട് ക്ലബിന്റെ 14 മത്സരങ്ങൾ നടക്കും. അതിന്റെ ആദ്യ മത്സരമാണ് ഇന്ന് കൈനഗരിയിൽ നടന്നത്. ഇനിയിപ്പോൾ കുമരകത്തും അതോടൊപ്പം തന്നെ കൊല്ലത്തും അങ്ങനെ കേരളത്തിന്റെ കണ്ണൂരടക്കമുള്ള എല്ലാ ജില്ലകളിലും ഈ മത്സരങ്ങൾ നടക്കും. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ വിജയികളാകുന്നതായിരിക്കും
ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിക്കൊണ്ട് വിജയിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ പോരാട്ടത്തിന് ഒരു സമയം എങ്ങനെയാണ്? ഇഞ്ചോടിഞ്ച് പോരാട്ടമാണോ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും മനു, ഇതിന്റെ ഫൈനൽ മത്സരം കഴിഞ്ഞു തൊട്ട് പിറകിലാണ് ഞാനിപ്പോൾ ഈ വിവരങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. അതിന്റെ സമയക്രമങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആരൊക്കെ തമ്മിലായിരുന്നു പ്രധാന മത്സരം? വിയപുരത്തിന് വെല്ലുവിളി ഉയർത്താൻ ആ പോരാട്ടത്തിലൊപ്പം ഉണ്ടായിരുന്നു ആരായിരുന്നു ഷാജി? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, അതായത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ മേൽപ്പാടം ചുണ്ടനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിയപുരം ചുണ്ടൻ വിജയമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരണം ബോട്ട് ക്ലബ്ബ് ഉണ്ടായിരുന്നു. പക്ഷെ നിരണം ബോട്ട് ക്ലബ്ബ് ഈ രണ്ട് വള്ളങ്ങൾക്കും ഇടയിലുള്ള മത്സരത്തിൽ വളരെ പുറകിലായിരുന്നു. പക്ഷെ മത്സരം നമുക്ക് കാണാൻ സാധിച്ചത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബും അതോടൊപ്പം തന്നെ വിയപുരം ചുണ്ടനും തമ്മിലായിരുന്നു. വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ വില്ലേജ് ബോട്ട് ക്ലബ്ബ് വളരെ വാശിയേറിയ മത്സരത്തിൽ പോരാട്ടത്തിൽ തങ്ങളുടെ കാണികളുടെ തങ്ങളുടെ നാട്ടുകാരുടെ മുന്നിൽ കപ്പടിച്ച് അതിന്റെ സന്തോഷ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ കൈനകരിയിൽ കാണാൻ സാധിക്കുന്നത്. മനു, ഓക്കെ, ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് കൈനകരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും ആവേശകരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ സീസണിലെ ആദ്യ മത്സരത്തിൽ വിയപുരം ചുണ്ടൻ കപ്പടിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷം എന്ന് പറയുന്നത്. മേൽപ്പാടം ചുണ്ടന്റെ കനത്ത വെല്ലുവിളി മറികടന്നുകൊണ്ടാണ് വിയപുരം ജേതാക്കളായിരിക്കുന്നത്. ഇത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ സീസണിലെ ആദ്യ പോരാട്ടമാണ്. ആകെ 14 മത്സരങ്ങളാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിലുള്ളത്. അപ്പോൾ ഇനി 13 മത്സരങ്ങൾ ബാക്കിയാണ്. ഏറ്റവും കൂടുതൽ ടൂർണമെന്റുകളിൽ ജേതാക്കളാകുന്ന ചുണ്ടന് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ലഭിക്കും എന്നതാണ് അതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഏതായാലും നെഹ്റു ട്രോഫിക്ക് പിന്നാലെ അതേ ഫോം നിലനിർത്തിക്കൊണ്ട് ഇത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ വിയപുരം ചുണ്ടൻ ജേതാക്കളായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ആലപ്പുഴയിലെ ഏറ്റവും ആവേശകരമായ കാഴ്ച. കൈനകരിയിൽ നിന്ന് പമ്പയാറ്റിന്റെ ഓളങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.